ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിലും ഇരിഞ്ഞാലക്കുടയിലും ഗവർണറെ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് ഗവർണർ. ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് നടപടി. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി. വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി KBM ശിവക്ഷേത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. പൊടി തിന്ന് അസുഖബാധിതരായി ദുരിതം പേറി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായിയിലാണ് ഗവർണറെ കരിങ്കൊടി കാട്ടിയത്. 2 വനിതകൾ ഉൾപ്പെടെ 14 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിലെത്തിയാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. CRPF സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടഞ്ഞ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. ഗാന്ധി സ്മൃതി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഗവർണറെ ടൗൺഹാൾ പരിസരത്തടക്കം 5 ഇടങ്ങളിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ ചാടി വീണായിരുന്നു പ്രതിഷേധം. 50ഓളം പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ പ്രകോപിതനായ ഗവർണർ കാർ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. സർക്കാരും SFI പ്രവർത്തകരും ഒത്തുകളിക്കുകയാണെന്ന് ഗവർണർ ആരോപിച്ചു. കരിങ്കൊടി കാണിക്കേണ്ട, ആക്രമിക്കണം എന്നാണെങ്കിൽ താൻ കാറിന് പുറത്തേക്ക് വരാം, നേരിട്ട് ആക്രമിക്കാമെന്ന് ഗവർണർ പ്രതികരിച്ചു. പ്രതിഷേധങ്ങളെല്ലാം സർക്കാരും വിദ്യാർത്ഥികളും നടത്തുന്ന നാടകമാണെന്നും ഗവർണർ ആരോപിച്ചു. Sorry? It is shame. It is for you and them to decide, but I'm not scared of them. Okay. I'm absolutely fine. If they want to talk to me, I'm ready. If they want to hit me, I'm ready. If they want to attack me, I'm ready. They can... ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ആനകളുടെ ആരോഗ്യനില ഉൾപ്പെടെ സംഘം പരിശോധിക്കും. ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒരാഴ്ച മുൻപാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധികൃതർ അന്വേഷണം നടത്തി 2 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് അറിയിച്ചു. നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സ്പിന്നിംഗ് മേഖലയിൽ രാജ്യവ്യാപകമായി പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കോട്ടണ് വില കൂടുതലും നൂലിന് വില കുറവും ആയതിനാൽ ഉൽപ്പാദനം നടത്തുമ്പോൾ നഷ്ടം സംഭവിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി അറിയിച്ചു. വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 14 കുതിരകൾ കാവേറി. അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വേലൂർ ദേശ തിരിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര എന്നിവ ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ തുടങ്ങിയവകളുടെ കുതിരകളും കുതിരക്കുട്ടികളും ക്ഷേത്രത്തിലെത്തി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രത്തിലെത്തി. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിഞ്ഞാലത്തിന് തിരികൊളുത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് കൊടിയേറി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലിയ തമ്പുരാൻ സമ്മാനിച്ച പവിഴമാലയണിഞ്ഞെത്തിയ ആനന്ദൻ 3 വട്ടം ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കി വടക്കേനടയിലെ കോഴിക്കല്ലിന് മേൽ ചെമ്പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങിയതോടെ ക്ഷേത്രാങ്കണത്തിൽ എടമുക്ക് മൂപ്പന്മാർ വേണാടൻ കൊടികൾ ഉയർത്തി. മീനമാസത്തിലെ തിരുവോണനാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. അശ്വതി നാളിലെ കാവ് തീണ്ടലാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങ്. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. പെരുവനം കുട്ടന്മാരാരുടെ മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യവും അകമ്പടിയായി. കരുവന്തല കുംഭഭരണി മഹോത്സവം ആവേശമായി. ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി പ്രകാശൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ 6 ഗജവീരന്മാർ അണിനിരന്നു. കരുവന്തല ഗണപതി, തിരുവമ്പാടി കണ്ണൻ എന്നീ ഗജവീരന്മാർ ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രനും കോങ്ങാട് രാധാകൃഷ്ണനും നേതൃത്വം നൽകി. മേളത്തിന് പെരുവനം സതീശന്മാരാരും പെരുവനം ശങ്കരനാരായണന്മാരാരും നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, പറയെടുപ്പ് എന്നിവ നടന്നു. ആചാരപ്രകാരം ഊരാൻ നടക്കൽ പറ സമർപ്പിച്ചതിന് ശേഷമാണ് ഭക്തരുടെ പറയെടുപ്പ് നടന്നത്. പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് മേളം, ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, കുതിരവേല എന്നിവ നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് തട്ടകവാസികളുടെ ചുമലിലേറി ആർപ്പുവിളികളോടെ എത്തിയ പൊയ്ക്കുതിരകൾ ക്ഷേത്രം വലപിച്ച് സ്ഥാനങ്ങളിൽ ഇരുപ്പുറപ്പിച്ചു. കാള, പൂതൻ, തിറ, മേളം, കാവടി, നാദസ്വരം, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പഞ്ചവാദ്യം നടന്നു. വെള്ളിയാഴ്ച തായമ്പക, കാർത്തികവേല, കളരിപ്പറ, മേളം, താലം, കുതിരവേല എന്നിവ നടക്കും. ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട്, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കടക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു വിൽക്കുറ്റിയിൽ, ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി KBM ശിവക്ഷേത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 5 വർഷം കഴിഞ്ഞു. പൊടി തിന്ന് അസുഖബാധിതരായി ദുരിതം പേറുകയാണ് പ്രദേശവാസികൾ. സഞ്ചാരയോഗ്യമല്ലാതായ ഈ റോഡ് ടാർ ചെയ്യാനായി 2019-20 സാമ്പത്തിക വർഷം 48,50,000 രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. 2021 ഫെബ്രുവരി 11 ടാറിംഗ് കരാറും ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും റോഡ് ടാർ ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് നഗരസഭയിലുള്ളവർക്കും കൃത്യമായ മറുപടിയില്ല. ഇതേ തുടർന്ന് നിരവധി തവണ നാട്ടുകാർ കളക്ടർ അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. നാട്ടുകാർ ഒന്നടങ്കം ഒപ്പിട്ട പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ കൂടി കാന നിർമ്മാണത്തിനും അനുവദിച്ചു. എന്നാൽ പേരിന് കാന പണിതു എന്നല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഓരോ തവണ പരാതി നൽകുമ്പോഴും കുറച്ച് മെറ്റലോ ക്വാറിപ്പൊടിയോ നിരത്തും. പിന്നീട് ഈ വഴി ആരും തിരിഞ്ഞു നോക്കാറില്ല. ഗുരുവായൂർ നഗരസഭയുടെ 6, 7, 24, 25 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് ഇരുഭാഗത്തും 100 കണക്കിന് വീടുകളുണ്ട്. 5 മാസം മുൻപാണ് ഈ റോഡിൽ അവസാനമായി ക്വാറിപ്പൊടി നിരത്തിയത്. അന്നു മുതൽ പൊടി ശ്വസിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പൊടിശല്യം മൂലം വീടിനകത്ത് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ചോലൂർപ്പൊടി മുതൽ ഏകദേശം ചുവനട വരെയുള്ള വീടുകളിൽ, റോഡ് സൈഡിലുള്ള വീടുകളിൽ തന്നെ ഈ പൊടി റോഡുള്ള ശല്യം കൊണ്ടുള്ള ഒരു അസുഖമില്ലാത്ത ഒരാൾ പോലും എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് KBM റോഡിന് 5 വർഷമായിട്ട് 6 മാസം കൂടുമ്പോൾ ഇരുണ്ടിനോട്
കരിങ്കല്ല് അടിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ പൊടി ശല്യമാണ്. കാരണം നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഫുള്ളായിട്ട് പൊടി കൊണ്ട് അടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നാട്ടുകാർ ഇങ്ങനെ പറയല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡിന്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാട് നാളായി, 5 വർഷത്തിലേറായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇത് ടാർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്താ വെച്ചാൽ അതിന്റെ എന്താ വേണ്ടി വെച്ചാൽ അതിന്റെ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഈ ടാർ ചെയ്ത് ഈ മനുഷ്യര് ഈ ഭക്ഷണത്തിന് പകരം ഈ പൊടി തിന്നണതെന്ന് അതിനൊരു പരിഹാരം കാണുക. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പൊടിശല്യം സഹിക്കാനാകാതെ ഈ മേഖലയിലെ വീടുകളിലുള്ള പ്രായമായവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും റോഡ് ടാർ ചെയ്യാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് കഴിഞ്ഞ ജനുവരി 3 ലഭിച്ച മറുപടിയിൽ പറയുന്നത്. ഇതും ഫലവത്തായിട്ടില്ല. TCV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പാലിയൂർ കണ്ണിക്കുത്തി പാലത്തിനു സമീപം തൈക്കണ്ടിപ്പറമ്പിൽ 68 വയസ്സുള്ള നാസറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ചാവക്കാട് അമരാവതി ബാറിനു സമീപം വെച്ചാണ് സംഭവം. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രതി പോലീസ് പിടിയിലായതായാണ് സൂചന. അന്തേവാസിയായ 13-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ആശ്രമാധിപനെ 7 വർഷം കഠിന തടവും 13 വർഷം തടവും 90,000 രൂപ പിഴയും ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. കൊറ്റനെല്ലൂർ ബ്രഹ്മാനന്ദാലയം ആശ്രമത്തിലെ സ്വാമി നാരായണ ധർമ്മദൻ എന്ന താമരാക്ഷനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദ്രൻ ശിക്ഷിച്ചത്. 2018 മെയ് മാസം മുതൽ ജൂൺ 7 വരെയുള്ള കാലയളവിനുള്ളിൽ അന്തേവാസിയായ ബാലനെ ആശ്രമത്തിൽ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 44 കുപ്പി വിദേശ മദ്യവുമായി മധ്യവയസ്കനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം മതിൽമൂല സ്വദേശി ഐനിക്കൽ വീട്ടിൽ രാജുവിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. അനധികൃത വിൽപ്പനയ്ക്കായി വീട്ടിലെ ഫ്രിഡ്ജിലും മറ്റും സൂക്ഷിച്ച മദ്യമാണ് പോലീസ് പിടിച്ചെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ, മതിലകം ഇൻസ്പെക്ടർ K നൌഷാദ്, SI-മാരായ രമ്യ കാർത്തികേയൻ, ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടിച്ചെടുത്തത്. വടാനപ്പള്ളി നടുവിൽക്കരയിൽ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. നടുവിൽക്കര വടക്ക് ബണ്ട് റോഡിന് സമീപം നാറാണത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ മകൾ 27 വയസ്സുള്ള അശ്വതിയാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1 മാസത്തോളമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പെരുവല്ലൂരിൽ ആനയുടെ തട്ടുകൊണ്ട് മധ്യവയസ്കന്റെ കൈയിനും കാലിനും പരിക്കേറ്റു. പെരുവല്ലൂർ സ്വദേശി പുളിക്കൽ വീട്ടിൽ അശോകൻ എന്നയാൾക്കാണ് പരിക്കേറ്റത്. പെരുവല്ലൂർ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നിരുന്ന പുതുപ്പള്ളി കേശവൻ എന്ന ആനയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവരുന്നതിനിടയ്ക്കാണ് അപകടം. പരിക്കേറ്റയാൾ ആനയെ തൊടാൻ ശ്രമിച്ചതോടെ ആന തട്ടിമാറ്റുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകളുടെ കാത്തിരിപ്പിന് വിരാമം. പാറക്കൂട്ടം കുടിവെള്ള പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. കേരളത്തിൽ ജൽജീവൻ മിഷൻ ആദ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതി എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. പദ്ധതിയുടെ പ്ലാന്റ് കൊരട്ടി പാറക്കൂട്ടത്തും പമ്പ് ഹൌസ് മുരിങ്ങൂരിലുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകളിലുമായി 11,000-ഓളം വീടുകളിലേക്ക് പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭിക്കും. കിഫ്ബി ഫണ്ടിൽ നിന്നും 11 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. യൂണിറ്റിലെ പമ്പിന് പ്രതിദിനം 6 ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ശേഷിയുണ്ട്. പുതുതായി നിർമ്മിച്ച 9 ദശലക്ഷം ശേഷിയുള്ള OH ടാങ്കിനോടൊപ്പം നിലവിലെ 6.65 ദശലക്ഷം ശേഷിയുള്ള ടാങ്കും പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തും. ചാലക്കുടി പുഴയിൽ നിന്ന് മുരിങ്ങൂരിലെ പമ്പ് ഹൌസിലേക്കും പാറക്കൂട്ടം പ്ലാന്റിലും എത്തിക്കുന്ന ജലം 7 ഘട്ട ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയാണ് വിതരണം നടത്തുന്നത്. നിലവിൽ മേലൂർ ദേവരാജഗിരിയിലുള്ള പ്ലാന്റിൽ നിന്നാണ് കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ ജലവിതരണം നടത്തുന്നത്. പുതിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പഴയ പ്ലാന്റിൽ നിന്ന് മേലൂരിൽ മാത്രമായി സ്വതന്ത്ര ജലവിതരണം സാധ്യമാകുമെന്നതിനാൽ 3 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കും പുതിയ പ്ലാന്റിന്റെ ഗുണം ലഭിക്കും. ഒപ്പം ഇടവേളകളനുസരിച്ച് നടന്നിരുന്ന ശുദ്ധജല വിതരണം ഇനി എല്ലാ ദിവസങ്ങളിലും നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി നാടിന് സമർപ്പിക്കും. TCV ന്യൂസ്, ചാലക്കുടി. തെക്കുംകര പഞ്ചായത്തിലെ ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ കെ മനോജ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് ഷാജു, സി സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ, CDS ചെയർപേഴ്സൺ അജിത സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ ആരാധന പ്രസിഡന്റ് ടി സുകുമാറാണ്. നമ്മൾ ഡെയിലി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വില കൂടും. ഒരു ബോട്ടിൽ ബൂത്ത് പറയുമ്പോൾ ആ ബോട്ടിൽ ബൂത്തിൽ 380ഓളം ബോട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് കുന്നംകുളം നഗരസഭയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. നഗരസഭയുടെ സുഭിക്ഷ ക്യാൻറ്റീൻ മലിനജല സംസ്കരണ പ്ലാന്റ് ശനിയാഴ്ച AC മൊയ്തീൻ MLA നാടിനു സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. നഗരസഞ്ചയിക പദ്ധതി പ്രകാരം 30 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് മലിനജല സംസ്കരണ പ്ലാന്റ്. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, മുനിസിപ്പൽ സെക്രട്ടറി VS സന്ദീപ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിൽ കുടിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ വരുന്നതാണ്. അല്ലല്ല, ഇതിൽ കുറെ ബാക്ടീരിയ വരും. ഗുരുവായൂർ നഗരസഭ അഗതി മന്ദിരത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ R ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, കൗൺസിലർ KP ഉദയൻ, നഗരസഭാ എഞ്ചിനീയർ E ലീല എന്നിവർ സംസാരിച്ചു. നവീകരണ പ്രവൃത്തികൾ സാധ്യമായി എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. 60 വയസ്സ് കഴിഞ്ഞ ഈ അഗതികൾക്ക് ആവശ്യമായിട്ടുള്ള ചേലക്കര പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരണം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുന്നതോടൊപ്പം വനിതാ സംരംഭങ്ങൾക്കും യുവജനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും പ്രധാന പരിഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. എന്നാൽ ബഡ്ജറ്റ് ഒരു രീതിയിലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതും നിരാശാജനകവും വികസന മുരടിപ്പുമാണെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഡ്ജറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചിറളയം ഹോളി ചൈൽഡ് GUP സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നിർമ്മല പ്രോവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ക്രിസ്ലിൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡെയ്സൺ മുണ്ടോമ്പുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സിനിമാ ബാലതാരം ഈത്തൽ ഇവാന ഷെറിൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. അദ്ദേഹം നല്ലൊരു വാഗ്മിയും നമ്മോട് സംസാരിക്കുവാൻ പോകുന്ന നമ്മുടെ മധ്യവാദങ്ങളും മോഹിനിയാട്ടവും ഒരു സുന്ദരമായ ഓർമ്മയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് VR അംബി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ PK ഷബീർ, KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി CG ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പുസ്തകം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള അലമാര അടക്കമുള്ള ചെറിയ ഒരു ലൈബ്രറി തന്നെ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല.
അതിരപ്പള്ളി പഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, അതിരപ്പള്ളി കുടുംബശ്രീ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സ്നേഹസംഗമവും വോളണ്ടിയേഴ്സ് പരിശീലനവും സംഘടിപ്പിച്ചു. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഷിത രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാൻഡി ജോസഫ്, വാർഡ് മെമ്പർമാരായ സനീഷ ഷെമി, CC കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി 3ാം വർഷവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. ജില്ലയിൽ സ്വപ്നതുല്യമായ ഹാട്രിക് വിജയം നേടാൻ കഴിഞ്ഞത് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ ടീം വർക്ക് കൊണ്ടാണ്. സംസ്ഥാന തലത്തിൽ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായി 2020-2021 വർഷം എളവള്ളിയെ തെരഞ്ഞെടുത്തിരുന്നു. ജില്ലയിൽ ആദ്യമായി 5 സ്മാർട്ട് അങ്കണവാടികൾ, 2500 ബയോ ഡൈജസ്റ്റർ പോട്ട് വിതരണം, ഗ്യാസ് ക്രിമിറ്റോറിയം, ആധുനിക ചേംബർ നിർമ്മാണം, ഗ്രാമവണ്ടി, ഹരിതകർമ്മസേന, ഹരിതമിത്രം ഗാർബേജ് ആപ്പ്, ഓട്ടോ, ഇന്ദിരാംചിറ ശുദ്ധജല സംരക്ഷണ പദ്ധതി, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, തണ്ണീർക്കുടം പദ്ധതി, വനിതകൾക്ക് യോഗ പരിശീലനം, പ്ലാവുഗ്രാമം പദ്ധതി എന്നീ നൂതന പദ്ധതികളാണ് പരിഗണിക്കപ്പെട്ടത്. മാതൃകാ തെരുവിളക്ക് പരിപാലന പദ്ധതി, സംസ്ഥാനത്തെ മികച്ച അമൃത സരോവർ, ഇന്ദ്രാംചിറ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണിച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ്, ഡയപ്പർ ഡിസ്ട്രോയർ, കോഴിമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ്, ബൾക്ക് വാട്ടർ പദ്ധതി, നീതി ടീ സ്റ്റാൾ, ബഡ് സ്കൂൾ, ദിശാസൂചകങ്ങൾ സ്ഥാപിക്കൽ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായും CCTV നിയന്ത്രണം എന്നിവയാണ് പുതിയ പദ്ധതികൾ. പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ വിജയം കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നൂതനവും വൈവിധ്യവുമായ നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ പദ്ധതികൾ 100% പൂർത്തീകരിക്കുകയും ടാക്സുകൾ 100% പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തനത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡിനെ കരുതുന്നത്. 20 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും പ്രശംസാപത്രവും ഈ മാസം 19-ന് കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. TC വിനോസ്, പാവറട്ടി. പെരിഞ്ഞനം പഞ്ചായത്തിൽ പ്രളയബാധിതർക്കായി നിർമ്മിച്ച ഭവന സമുച്ചയം അർഹതപ്പെട്ടവർക്ക് കൈമാറാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സാങ്കേതിക കാരണങ്ങളാൽ ഭവന സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ സാധിച്ചിരുന്നില്ല. E.T. ടൈസൺ MLA-യുടെ ഇടപെടലിനെ തുടർന്ന് അർഹരായ ഭവനരഹിതർക്ക് പ്രളയപ്പുരയിൽ താമസിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി. 2018-ലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രളയപ്പുര എന്ന പേരിൽ ഭവന സമുച്ചയം പണിതീർത്തത്. സെപ്റ്റംബർ 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശിലാസ്ഥാപനം നടത്തിയത്. 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് 2020 സെപ്റ്റംബർ 12-ന് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പ്രളയപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. താക്കോൽ ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ വീട് നൽകാൻ കഴിയൂ എന്ന നിയമം മൂലം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 2 പേർക്ക് മാത്രമേ വീടുകൾ കൈമാറാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പെരിഞ്ഞനം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സബ് സെന്റർ കെട്ടിടത്തിന് ശിലയിട്ടു. പഞ്ചായത്ത് 9-ാം വാർഡിൽ മതിലകത്ത് വീട്ടിൽ മൊയ്തു സൗജന്യമായി നൽകിയ സ്ഥലത്താണ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് കെട്ടിടം പണിയുന്നത്. ബെന്നി ബെഹനാൻ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വാർഡ് മെമ്പർ CP ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷനായ ഹേമലത രാജിക്കുട്ടൻ, സായിദ മുത്തുക്കോയ തങ്ങൾ. കാര്യങ്ങളെത്താനും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നില്ല അവസര വേദിയിലേക്ക്. ബെന്നി ബെഹനാൻ MPയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച എറിയാട് യൂബസാർ എടവിലങ്ങ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് അംഗം PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KS രാജീവൻ, PB മൊയ്തു, PS മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ യോഗത്തിൽ ശ്രീ KS രാജീവൻ അവർകളെ നമ്മുടെ റോഡ് ഉദ്ഘാടന ചടങ്ങിലെ PK മുഹമ്മദ്.
കേരള പദയാത്രയുടെ ഭാഗമായി ജില്ലയിലെത്തിയ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിന് ശേഷം മേഖലയിലെ വിവിധ സാമുദായിക സംഘടനാ ഭാരവാഹികളുമായും മുതിർന്ന പാർട്ടി പ്രവർത്തകരുമായും സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് കെ. എസ്. വിനോദ്, സെക്രട്ടറി എൽ. കെ. മനോജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി. എസ്. സജീവൻ, പി. എസ്. അനിൽകുമാർ, സെൽവൻ മണക്കാട്ടുപടി എന്നിവരും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു നേരെ ജില്ലയിൽ തുടർച്ചയായ മൂന്നാം ദിനവും കരിങ്കൊടി പ്രതിഷേധം. ഏങ്ങണ്ടിയൂരിലും ഇരിഞ്ഞാലക്കുടയിലും ഗവർണറെ കരിങ്കൊടി കാട്ടിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് ഗവർണർ. ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് നടപടി. വിരിപ്പാക്ക സ്പിന്നിംഗ് മില്ലിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ്. സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി. വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി KBM ശിവക്ഷേത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. പൊടി തിന്ന് അസുഖബാധിതരായി ദുരിതം പേറി നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.